നമസ്കാരം. IPL-ന്റെ 18ാം സീസണിൽ വീണ്ടും ഒരു മത്സരം കൂടി മഴയെടുത്തേക്കുകയാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലുള്ള പോരാട്ടമാണ് മഴയിൽ മുങ്ങിപ്പോയത്. ഇതോടെ ഇരു ടീമുകളും ഓരോ പോയിന്റ് വീതം പങ്കിട്ടെടുക്കുകയായിരുന്നു. പരാജയത്തോടെ SRHന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകളും അസ്തമിച്ചിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള 3 മത്സരങ്ങളും ജയിച്ചാലും പരമാവധി 13 പോയിന്റ് മാത്രമേ അവർക്ക് നേടാനാകുകയുള്ളൂ. നിലവിൽ ടോപ്പ് 4-ൽ 4 ടീമുകൾക്കും 16 മുതൽ 14 വരെ പോയിന്റുമുണ്ട്. ഈ മത്സരം ഉപേക്ഷിക്കപ്പെട്ടതിൽ ഏറ്റവും അധികം സന്തോഷിക്കുക DC ആയിരിക്കും. കാരണം അവർ ഒരുപക്ഷെ തോൽക്കേണ്ടിരുന്ന മത്സരമാണ് വിലപ്പെട്ട ഒരു പോയിന്റ് നേടിയെടുക്കാൻ അവർക്കായത്. ഇത് അവരുടെ പ്ലേ ഓഫ് സാധ്യതകളും വർദ്ധിപ്പിക്കുന്നു. എന്നാൽ കളി ഉപേക്ഷിക്കപ്പെട്ടതിൽ ഏറ്റവും നിരാശ SRH ടീമിനായിരിക്കും. വിജയപ്രതീക്ഷയുണ്ടായിരുന്ന മത്സരമാണ് അവർക്ക് മഴ കാരണം കൈവിട്ടുപോയത്. 134 റൺസിന്റെ ചെറിയ വിജയ ലക്ഷ്യമാണ് SRHന് മുന്നിൽ DC വെച്ചത്. പക്ഷേ ഹൈദരാബാദ് ടീമിന്റെ റൺ ചേസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ശക്തമായ മഴയെത്തുകയായിരുന്നു. ഇതോടെ തുടർന്ന് ഒരു ഓവർ പോലും കളി നടക്കാതെ വരികയും മത്സരം ഉപേക്ഷിക്കപ്പെടുകയുമായിരുന്നു. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് അയക്കപ്പെട്ട ശേഷം ഡൽഹി ക്യാപിറ്റൽസ് ടീമിന്റെ വിക്കറ്റ് മഴയാണ് കണ്ടത്. 7 വിക്കറ്റുകൾ നഷ്ടത്തിൽ 133 റൺസിൽ DCയുടെ ഇന്നിംഗ്സ് അവസാനിക്കുകയായിരുന്നു. മുൻനിര ബാറ്റിംഗ് വൻ ദുരന്തമായി മാറിയ കളിയിൽ DCയുടെ മാനം കാത്തത് ട്രിസ്റ്റൺ സ്റ്റബ്സും ഇമ്പാക്ട് പ്ലെയറായി ഇറങ്ങിയ അശുതോഷ് ശർമ്മയുമായിരുന്നു. മറ്റാരും തന്നെ DC ബാറ്റിംഗ് ലൈനപ്പിൽ 20 റൺസ് തികച്ചില്ല. കരുൺ നായർ 0, ഫാഫ് ഡുപ്ലസി 3 റൺസ്, അഭിഷേക് പോറൽ 8 റൺസ്, KL രാഹുൽ 10 റൺസ്, ക്യാപ്റ്റൻ അക്ഷർ പട്ടേൽ 6 റൺസ് എന്നിങ്ങനെയായിരുന്നു DC ടോപ്പ് 5ന്റെ ബാറ്റിംഗ് പ്രകടനം. 13 ഓവർ ആവുമ്പോഴേക്കും DC 6 വിക്കറ്റിന് 62 റൺസിലേക്ക് തകർന്നടിഞ്ഞിരുന്നു. ഇതോടെ അവർ 100 റൺസ് പോലും കടക്കുമോ എന്ന കാര്യം സംശയത്തിലാവുകയും ചെയ്തു. എന്നാൽ 7ാം വിക്കറ്റിൽ സ്റ്റബ്സ് അശുതോഷ് ജോഡി 66 റൺസിന്റെ തകർപ്പൻ കൂട്ടുകെട്ടുമായി ടീമിനെ 120 കടത്തി. 20ാം ഓവറിൽ 4ാമത്തെ ബോളിൽ ടീം ടോട്ടൽ 128 വെച്ചാണ് അശുതോഷ് മടങ്ങിയത്. 26 ബോളിൽ 3 സിക്സറും 2 4ഉം ഉൾപ്പെട്ടതാണ് അശുതോഷിന്റെ ഇന്നിംഗ്സ്. സ്റ്റബ്സ് 36 ബോളിൽ 4 ഫോറുകൾ അടക്കം 41 റൺസ് അടിച്ചു. 4 ഓവറിൽ 19 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 3 വിക്കറ്റുകൾ എടുത്ത SRH നായകൻ പാറ്റ് കമ്മിൻസ് ആണ് DCയെ തകർത്തത്. നേരത്തെ ടോസിന് ശേഷം SRH നായകൻ കമ്മിൻസ് ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇരു ടീമുകളും മാറ്റങ്ങളുമായാണ് ഈ മത്സരത്തിൽ ഇറങ്ങിയത്. മുകേഷ് കുമാറിനെ ഒഴിവാക്കിയ DC പകരം T നടരാജനെ ഉൾപ്പെടുത്തി. മറുഭാഗത്ത് മുഹമ്മദ് ഷമിയെ ഇമ്പാക്ട് ലിസ്റ്റിലേക്ക് മാറ്റിയ SRH കമിന്ദു മെൻഡിസ്, നിതീഷ് കുമാർ റെഡ്ഡി എന്നിവരെയും ഒഴിവാക്കി പകരം മലയാളി താരം സച്ചിൻ ബേബിയെയും അഭിനവ് മനോഹറിനെയും ടീമിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. വളരെ മികച്ച തുടക്കമാണ് പുതിയ ലുക്കിലുള്ള ഡൽഹി ക്യാപിറ്റൽസ് ടീമിന് ഈ സീസണിൽ ലഭിച്ചത്. ആദ്യത്തെ 4 മത്സരങ്ങളിലും ജയിച്ച് വളരെ പോസിറ്റീവായിട്ടാണ് ഈ സീസൺ DC ആരംഭിച്ചത്. ആദ്യ കളിയിൽ ലക്നൗ സൂപ്പർ ജയൻസിനെതിരെ 1 റൺസിന്റെ നാടകീയ വിജയമാണ് DC സ്വന്തമാക്കിയത്. ഈ ജയം നൽകിയ ആത്മവിശ്വാസത്തിൽ ഹാട്രിക് വിജയവുമായി വൻ കുതിപ്പാണ് അക്ഷർ പട്ടേലും സംഘവും നടത്തിയത്. സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 7 വിക്കറ്റിനും ചെന്നൈ സൂപ്പർ കിങ്സിനെ 25 റൺസിനും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ 6 വിക്കറ്റിനും DC തുരത്തുകയായിരുന്നു. എന്തായാലും DCക്ക് ഇന്നലെ ലഭിച്ചത് ഒരു സൗഭാഗ്യമാണെന്ന് വേണം പറയാൻ. കാരണം ഉറപ്പായും തോൽക്കേണ്ട ഒരു മത്സരത്തിൽ നിന്ന് മഴ മൂലം 1 പോയിന്റ് ലഭിച്ചിരിക്കുകയാണ് DCക്ക്.